കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എൻ്റെ മഹത്വം കാണുക നീ, എൻ്റെ കയ്യിൽ തരിക നിന്നെ. എൻ്റെ മഹത്വം കാണുക നീ, എൻ്റെ കയ്യിൽ തരിക നിന്നെ. എൻ്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിടും ധരയിൽ. എൻ്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിടും ധരയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എന്നെ പ്രിയ ദേവാസൻ പരിചയപ്പെടുത്തിയല്ലോ. എൻ്റെ പേര് രാഹുൽ എന്നാണ്. പറഞ്ഞൊരു സ്വദേശം ഇവിടെ തന്നെയാണ്. നല്ല ചെറുപ്പത്തിന് എന്നെ ദൈവവേലയ്ക്ക് സമർപ്പിച്ചൊരു വ്യക്തിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വടക്കേ ഇന്ത്യയിലാണ് പഠിച്ചത്. രാജസ്ഥാൻ ഉദയ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫിലദൽഫിയ എന്ന് പറയുന്നൊരു ബൈബിൾ കോളേജിലാണ് എൻ്റെ പഠനം. അവിടെ വെച്ചാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം ഞാൻ മധ്യപ്രദേശിലേക്ക് മിഷണറി ആയിട്ട് പോവുകയും പിന്നെ വിവാഹം കഴിഞ്ഞ് ഫാമിലിയായിട്ട് മധ്യപ്രദേശിലേക്ക് പോവുകയായിരുന്നു. അവിടെ ചിന്തുവാട എന്ന് പറയുന്ന സ്ഥലത്ത്, ഞാൻ പ്രോപ്പർ സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല, റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ട്, അവിടെ ഒരു താഴ്വര ഏരിയയിലാണ് ഞങ്ങൾ ശുശ്രൂഷ തുടങ്ങിയത്. ഞാനും വൈകിട്ട് അത് ഞാൻ ഒറ്റയ്ക്ക് പോയി, പിന്നെ കുടുംബമായിട്ട്. ഞങ്ങൾക്ക് മുന്നേ ബൈബിൾ പരിഭാഷക്കാരവിടെ ഉണ്ട്. അപ്പം ആ താഴ്വരയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ ആളുകൾക്ക് പുറം ലോകമായിട്ടൊന്നും ബന്ധമൊന്നും. മാത്രമല്ല അവർ ഒരു 6 മാസത്തിലൊരിക്കൽ കുളിക്കാറുള്ളൂ. പിന്നെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയാൽ പോയി, ഇല്ലെങ്കിലില്ല. പിള്ളേരുടെ കാര്യം അങ്ങനെ തന്നെയാണ്. അവർ നമ്മുടെ പിള്ളേരെ പോലെ നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങളൊന്നും ഇടുന്നവരുന്നത്. അപ്പം ഞങ്ങളെ ദൈവം അയച്ചത് അവിടെയാണ്. ആ താഴ്വരയിൽ ഭാഷ അറിയില്ല. എനിക്ക് ബൈബിൾ കോളേജിൽ കൂടുതൽ ഇംഗ്ലീഷൊക്കെയാണ്, ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്നത്. ഹിന്ദി അത്ര എനിക്ക് വശമില്ലായിരുന്നു. അപ്പോൾ ചെന്നിടത്ത് ഹിന്ദിയല്ല, മറ്റൊരു ഭാഷയാണ്, ഭരിയ എന്ന് പറയുന്ന ഒരു ഭാഷയാണ്. അപ്പം അവിടുത്തെ ഭാഷ അറിയില്ല, അവിടുത്തെ കൾച്ചർ അറിയില്ല, വലിയ ആൾക്കാരെയും പരിചയമില്ല. എന്നാൽ ഈ ബൈബിൾ പരിഭാഷക്കാർ താമസിച്ച ഈ ചെറിയ ഗ്രാമത്തിലൊരു കുഞ്ഞു വീട് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 1 മാസം തികയുന്നതിന് മുന്നെയാണ് ഞങ്ങൾ അന്ന് പോയത്. അപ്പം സാധാരണ വിവാഹം കഴിഞ്ഞ് എല്ലാവരും ഹണിമൂണും യാത്രയും തിരക്കിലൊക്കെ ആണല്ലോ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ ദൈവം ആദ്യം അയച്ചത് ഈ ആദിവാസി മേഖലയിലാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അവിടെ ഞങ്ങൾക്ക് ദൈവം തന്ന ചുരുക്ക സമയമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ ആടുമാടുകളും പശുക്കളുമായിട്ട് ഇവിടെയന്മാരാണ് കൂടുതൽ. അവരിങ്ങനെ കാടുകളിൽ ഇങ്ങനെ പോകുന്നതാണ്. അവിടെ ഞങ്ങൾ കുടിക്കുന്ന വെള്ളം ഈ മലയിടുക്കിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം, പൈപ്പ് വെള്ളമല്ല, പാറയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഞങ്ങൾ ബക്കറ്റ് കൊണ്ട് വെച്ച് അത് പിടിച്ചെടുത്ത് കൊണ്ടുവരികയാണ്. അപ്പം ആ വെള്ളം എന്ന് പറയുമ്പോൾ വലിയ സ്പീഡില്ല, 100 വരെയാണ് വരുന്നത്. നമ്മൾ കൊണ്ടുവയ്ക്കുന്നെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞാൽ അത് നിറയത്തും. അത് ഞങ്ങൾ കൊണ്ടുവച്ച് ആ വെള്ളം പിടിച്ചിട്ട് പിന്നെ വീട്ടിൽ കൊണ്ടുപോയി അതിനെ ക്ലീൻ ചെയ്ത്, കാരണം നമ്മൾ ഡയറക്റ്റ് പിടിച്ച് ഞാൻ പ്രശ്നം വരും, അതിനെ ക്ലീൻ ചെയ്ത് അങ്ങനെ അതൊക്കെ പ്രകൃതിയായിട്ട് ഇണങ്ങിയ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. എനിക്കറിയില്ല എത്ര പേർക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ ഈ സമയത്താകുന്നു, അത് ഏപ്രിലൊക്കെ കഴിയുമ്പം അവിടുത്തെ പിള്ളേർക്ക്, അതായത് ഈ പ്രായമൊക്കെ വരുന്ന പിള്ളേർക്ക് അവരെ ഈ കയ്യിൽ കാലിലൊക്കെ എന്താണ് ചിരങ്ങ് പോലെ ചൊറി പോലെ ഇങ്ങനെ വരും. അപ്പൊ അത് ആ സീസണിൽ വരുന്നതാണ്. അപ്പൊ അവിടുത്തെ പ്രത്യേകിച്ച് അവിടുത്തെ മാതാപിതാക്കൾ അങ്ങനെ കുഞ്ഞുങ്ങളെ കാര്യമായി ശ്രദ്ധിക്കാറ്. നമ്മുടെ കുഞ്ഞുങ്ങളെ രാവിലെ എഴുന്നേറ്റ്
മമ്മി ഇന്നത് വേണം, പപ്പ ഇന്നത് വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ അവിടുത്തെ പിള്ളേരെന്നല്ല, അവിടെയുള്ള എല്ലാവരും 2 നേരമേ കഴിക്കത്തുള്ളൂ. ഒന്ന് രാവിലെ 10 മണിക്ക്, പിന്നെ രാത്രി 8 മണിക്ക് ശേഷം. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും 2 നേരം കഴിച്ചാൽ എങ്ങനെയിരിക്കും. പക്ഷെ അവരെങ്ങനെയാണ് കഴിക്കുന്നത്? അപ്പം ഇവർ ഒരു സീസൺ ആകുമ്പോൾ ഇവരുടെ ദേഹത്തൊക്കെ ഇങ്ങനെ ഇതൊക്കെ ആവും. പിന്നെ ആരും മൈൻഡ് ചെയ്തില്ല. ഇവരിങ്ങനെ ഈച്ചയൊക്കെ അരിച്ചിങ്ങനെ നടക്കും. ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ ശുശ്രൂഷ ചെയ്താണ് ഈ പിള്ളേരെ കൊണ്ട് ഞങ്ങൾക്ക് സീനിയർ മിഷണറി, ഞങ്ങൾക്ക് വേറെ ആളുണ്ട്, അദ്ദേഹം ഞങ്ങളെ കഴിഞ്ഞു. ഞങ്ങൾക്ക് ആദ്യം പ്രസംഗിക്കാൻ വലിയ സുവിശേഷ പ്രസംഗവും റിവൈവൽ മീറ്റിംഗ് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് ആദ്യം ഈ പിള്ളേരെ കൊണ്ടുവന്നിട്ട് അവരെ കുളിപ്പിച്ച് അവരെ അവരെ ഇതെല്ലാം വെച്ച് കെട്ടി മരുന്നിട്ട് കൊടുത്ത് തിരിച്ചവരെ വീട്ടിലേക്ക് അയക്കുക. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയത് ശുശ്രൂഷ. അപ്പം ഇവർക്ക് വലിയ ആശ്ചര്യമായിട്ട് തോന്നി അവിടുത്തെ ആളുകൾക്ക്. കാരണം ഇവരുടെ കുഞ്ഞുങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു വേഷമായിട്ടാണ് ഇറങ്ങുന്നത്, പക്ഷെ തിരിച്ച് വീട്ടിലോട്ട് വരുമ്പം കുട്ടികൾ മനുഷ്യ കുട്ടികളെ പോലെ തിരിച്ചു വരുന്നു. അപ്പൊ ഇത് അവിടുത്തെ മാതാപിതാക്കൾക്ക് വലിയൊരു അതിശയമായിട്ട് തോന്നി. ഇത്ര ഇതാരാണ്? ഞങ്ങളെ ഇവിടുത്തെ പാർട്ടിക്കാർ പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കാറില്ല. ആരും ഈ താഴ്വര എന്ന് പറയുമ്പോൾ നേരാവണ്ണ റോഡില്ല. പല ഗ്രാമങ്ങളിൽ നമ്മൾ മല കയറി ഇറങ്ങി വേണം പോകാൻ. ഞാനത് ഇന്നത്തെ ഞാൻ വിശദമായിട്ട് പറയാം. അപ്പം ഇവർക്ക് വലിയ അതിശയമായിട്ട് തോന്നി. ഇത്ര സ്നേഹിക്കുക നമ്മുടെ പിള്ളേരെ. ഞങ്ങൾ പോലും 5-6 മാസം കൂടുമ്പോഴാണ് പിള്ളേരെ കുളിപ്പിക്കുന്നത്. ഇവിടെ ഒരു ദിവസവും ഞാൻ ചെയ്യുന്നില്ല. ഇവർക്ക് വലിയ അതിശയമായി. ശരിക്കും അതിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം അവിടുത്തെ ജനങ്ങളെ പിടിച്ചു വന്നതാണ്. ആ ഗ്രാമത്തിലെ ആളുകൾ കർത്താവിനെ അറിഞ്ഞു. പ്രത്യേകിച്ച് ആദ്യം കുഞ്ഞുങ്ങളാണ് കർത്താവിനെ അറിഞ്ഞൊരു. അവരെ VBS വഴിയൊക്കെ ആരാധനകളിൽ പങ്കെടുക്കാൻ തുടങ്ങി. അതുവഴി ചെറിയ ഒരു ഗ്രാമത്തില് ഏകദേശം 60 പേരോളം ഒരു ഇതിന്റെ ഈ ഹോളിന്റെ ഇതിന്റെ പകുതി എടുത്താൽ ഇത്രയേ ഉള്ളൂ സ്ഥലം. ഈ ഇത്രയുള്ള ഗ്യാപ്പിൽ 60 പേര് ഇരുന്ന് ഞങ്ങളെ ആരാധനയൊക്കെ തുടങ്ങിയായിരുന്നു. ദൈവത്തിന്റെ പ്രവൃത്തിയാണ് അവിടെ നടന്നത്. ഞങ്ങൾക്ക് പറയാനൊന്നുമില്ല, ഞങ്ങൾക്ക് പ്രശംസിക്കുവാനോ പുകഴുവാനോ ഒന്നുമില്ല. എല്ലാം ദൈവം ചെയ്തതാണ്. ആ ചെറിയ ഗ്രാമത്തിൽ കർത്താവ് ഞങ്ങളെ ഉപയോഗിച്ചു. അതിനുശേഷം അവിടുത്തെ ഗ്രാമത്തിലെ ഇടയന്മാർ അതുവരെയും തോർത്തുമുണ്ടും എങ്ങനെയൊക്കെ നടന്ന പിള്ളേർ നമ്മളെ കൂടെ വന്നപ്പോൾ ഇവന്മാർ സാധാരണ പിള്ളേർ ഇടുന്ന പോലെ ഡ്രസ്സും നല്ല ടിപ് ടോപ്പിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ പുറത്തുള്ളവർക്ക് ഇത് പിടിച്ചിട്ടില്ല. അതായത് ഇപ്പം കൂടിയ ആളുകൾക്ക് ഇത് അത്ര പിടിച്ചില്ല. അവർ നമുക്കെതിരെ നിയമ നടപടിയായിട്ട് പോവുകയും ഞങ്ങളുടെ സീനിയർ മിഷണറി അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ അന്ന് തന്നെ എന്നെ അവിടെ നിന്ന് പാക്ക് ചെയ്തു. രാഹുൽ പോണേ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം ബൈബിൾ പരിഭാഷ നടക്കുന്നത് കൊണ്ട് അവിടെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. കാരണം മറ്റുള്ള ശുശ്രൂഷകൾ പോലെയല്ല ബൈബിൾ പരിഭാഷ. അതിന് ഒത്തിരി വർഷത്തെ ഒരു ഇതുണ്ട്. 10-12 വർഷമുള്ള ഒരു പ്രോജക്റ്റാണ് ഒരു ട്രാൻസ്ലേഷൻ മിനിസ്റ്റർ. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് ആ ട്രാൻസ്ലേഷനെ ബാധിക്കും. പിന്നെ അത് ഒന്നേം തുടങ്ങാൻ അത് ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് പറഞ്ഞു ഇനി നിൽക്കണ്ട, കുറ്റോളൂ എന്നുള്ളത് പറഞ്ഞു. പോയിട്ട് നിങ്ങൾക്ക് ദൈവം ഇതാണെങ്കിൽ തിരിച്ചു വരാം. അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തുന്നത്. അല്ലാതെ എന്തെങ്കിലും നമുക്കെന്തെങ്കിലും ജീവനെ പേടിച്ചിട്ടോ ആരെയും പേടിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ വരേണ്ടി വന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെയുള്ള ഹിന്ദിക്കാരെ എവിടെ ചെന്നാലും ദൈവം വിളിക്കുള്ളവരെ കറക്റ്റ് സമയത്ത് കൊണ്ടെത്തിക്കും. ഞങ്ങൾക്ക് ഇവിടെ കുറെ ഹിന്ദിക്കാരെ എത്തി. ഇപ്പം അവരുടെ ഇടയിലാണ് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിനെപ്പറ്റി കൂടുതലായിട്ട് വരുന്ന ദിവസം നമുക്ക് അറിയാൻ കഴിയും. അപ്പൊ ഇങ്ങനെയാണ് ദൈവം എന്നെ നടത്തിയത്. എൻ്റെ മുന്നിൽ ഒരുപാട് ചെറുപ്പക്കാരൊക്കെ ഇരിപ്പുണ്ട്. കർത്താവ് നിങ്ങളെ വിളിച്ചിട്ടുള്ള വിളിക്ക് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. ചിലരൊക്കെ കരുതുന്നത് ഈ ശുശ്രൂഷ എന്നൊക്കെ പറയുന്നത് പാസ്റ്റർമാർക്ക് അല്ലെങ്കിൽ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അങ്ങനെ കരുതുന്നവരുണ്ട്. എന്നാൽ അങ്ങനെയല്ല. പുതിയ നിയമ സഭയിലുള്ള എല്ലാവരും തന്നെ ശുശ്രൂഷകരാണ്. എൻ്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും ശുശ്രൂഷയാണ്. പക്ഷെ എല്ലാവർക്കും പാസ്റ്ററാകാൻ പറ്റത്തില്ല, എല്ലാവർക്കും പ്രവാചകനാകാൻ പറ്റത്തില്ല, എല്ലാവർക്കും മിഷണറിമാരാകാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ വിളിയുണ്ട്. ആ വിളി കർത്താവിൽ ആശ്രയിച്ച വിളിയെ തിരിച്ചറിഞ്ഞ് അത് നിങ്ങൾ ഒരു പക്ഷേ ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കാം നിങ്ങൾ വിളിച്ചേക്കുന്നത്. അതിന് റെസ്പോണ്ട് ചെയ്ത് കർത്താവിന്റെ പേരെയും മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ശുശ്രൂഷയെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവിടെ നിർത്തുകയാണ്. നമുക്ക് വചനത്തിലേക്ക് കിടക്കാം. ഹോംവർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം. ഹോംവർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. ഹോംവർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം. വിശ്വാസം വിജയിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ
യേശുക്രിസ്തുവിലുള്ള നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടാകും. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവനുള്ള വിശ്വാസ പ്രവേശനം ലഭിച്ചിരുന്നു. നാം ദൈവദൈവത്തിന്റെ പ്രത്യാശയെ പ്രശംസിക്കുന്നു. അത് തന്നെയാണ് മറ്റൊരു പരിസ്ഥിതിയെയും മനുഷ്യരുടെ സ്ഥിരതയെയും പ്രത്യാശയും ഉറവാക്കുക എന്നാണ് നാം കഷ്ടപ്പെടലിൽ പ്രത്യാശയോ ഭംഗം വരുത്തില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നു. ഇന്ന് നമ്മൾ ഈ വായിച്ച വചനത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇതിന്റെ മുഴുവൻ അധ്യായത്തിലേക്ക് പോകാനുള്ള സമയമില്ല. അതുകൊണ്ട് ഈ 5 വാക്യങ്ങളെ പറ്റി കൂടുതലായിട്ട് നമുക്ക് ചിന്തിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം നമുക്കറിയാം, ബൈബിളിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പുസ്തകം എന്ന് കരുതുന്ന ആളുകളുണ്ട്. അല്ല, അങ്ങനെയല്ല. ദൈവത്തിൽ ആശ്രയിച്ചാൽ എല്ലാം എളുപ്പമാണ്. ഈ ചിലര് ന്യൂ ഇയർ ഒക്കെ ആകുമ്പം ഞാൻ ബൈബിൾ മുഴുവൻ വായിക്കും എന്നുള്ള തീരുമാനമൊക്കെ എടുക്കും. ഈ വർഷം മുതൽ ഞാൻ എന്തായിരുന്നാലും ബൈബിൾ മൊത്തം ഞാൻ വായിക്കും. അപ്പം ചിലര് പുതിയ നിയമം തൊട്ട് തുടങ്ങാം. അതായത് നിയമം ഒരുപാടുണ്ടല്ലോ, ഇങ്ങനെ എത്തുമ്പോഴും വെളിപ്പാട് വരെ എത്തണ്ടേ, സമയമെടുക്കും. അത് പുതിയ നിയമമായി. ഞാൻ എൻ്റെ അനുഭവത്തിൽ നമുക്ക് പറയാം കേട്ടോ, ഞാനും അങ്ങനെയൊക്കെ തന്നെയൊക്കെ ആയിരുന്നു. ചിലര് മത്തായി, മർക്കോസ്, യോഹന്നാൻ, അപ്പോസ്തലപ്രവൃത്തി വരെ എത്തും. റോമർ എത്തുമ്പോഴും പിന്നെ ഒന്ന് എന്തോ ഒരു പുക പോലെ പിന്നെ അങ്ങോട്ട് മുന്നോട്ട് ചിലർ അവിടെ വെച്ചിട്ട് നിർത്തും. ഈ പഴയ നിയമം വായിക്കുമ്പോൾ ചിലർ ലേഖ്യ പുസ്തകം എത്തുമ്പോൾ ഇനി മുന്നോട്ട് പോകാൻ ഭയങ്കര പാടാണ്, പതിയെ പോകുന്നത്. അപ്പൊ ഈ റോമർക്ക് എഴുതിയ ലേഖനം ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. അതിനതിൻ്റെതായ കാരണമുണ്ട്. ഈ റോമർക്ക് എഴുതിയ ലേഖനമാണ് പുതിയ നിയമത്തില് ഉപദേശങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന പുസ്തകമാണ്. ഇത് എഴുതിയത് ആർക്കാണ്? റോമാക്കാർക്ക്, അല്ലെങ്കിൽ റോമയിലെ സഭകൾക്ക് എഴുതിയ ലേഖനമാണ് പൗലോസ് അപ്പോസ്തലനാണ് എഴുതുന്നത്. അപ്പം ഈ അധ്യായമാണ് ശരിക്കും നമ്മുടെ ക്രൈസ്തവ ചരിത്രത്തിൽ വളരെയേറെ നവീകരണങ്ങൾക്ക് തുടക്കമിട്ടത് ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ പല മാർട്ടിൻ ലൂതർ പോലെ അല്ലെങ്കിൽ ജോൺ കാൽവിനെ പോലെയുള്ള വലിയ ദേവദാസന്മാരെയൊക്കെ ചിന്തിപ്പിച്ച ഒരു വേദഭാഗമാണ്, അല്ലെങ്കിൽ ഒരു അധ്യായമാണ് റോമർക്ക് എഴുതിയ ലേഖനം. അപ്പം ഇവിടെ പൗലോസ് പറയുന്നത് 1-ാമത്തെ വാക്യം 5:1, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അടുത്ത വചനങ്ങൾ പറയുന്നത് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അപ്പൊ ഇവിടെ ഈ 5 വാക്യങ്ങളിൽ 2 പ്രധാനപ്പെട്ട പോയിന്റാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പ്രശംസയെ പറ്റിയാണ്. പ്രശംസ അല്ലെങ്കിൽ ബോസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയും, അഭിമാനിക്കുക. അപ്പൊ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും പല രീതിയിലും പല സ്വഭാവത്തിലും അവർക്ക് പ്രശംസയുണ്ട്, അല്ലെങ്കിൽ അവർ അഭിമാനിക്കാറുണ്ട്. ചിലർ അവരുടെ പണത്തെ വെച്ച് അഭിമാനമാണ്, എനിക്ക് അത്യാവശ്യം കാശൊക്കെ ഉണ്ട്. ചിലർ അവരുടെ വിദ്യാഭ്യാസത്തെ വെച്ച് അഭിമാനിക്കാറുണ്ട്. കുടുംബ മഹിമയെ പറ്റി പറഞ്ഞ് അഭിമാനം കൊള്ളുന്നവരുണ്ട്. ജാതിയെ പറ്റി പറഞ്ഞ് അഭിമാനം കൊള്ളുന്നവരുണ്ട്. ഞാനത് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും, ജാതി പെന്തക്കോസ്തുകാരുടെ വിശ്വാസികളുടെ ഈ ജാതിയോ? ഇതിനെ ഉത്തരം അറിയണമെങ്കിൽ ഏതെങ്കിലും ക്രൈസ്തവ മാട്രിമോണിയൽ പേപ്പർ എടുത്ത് നോക്കിയാൽ അറിയാം. അവിടെ വെച്ച് ഞാൻ ആ വിഷയം നിർത്തുന്നു. അപ്പൊ പലതിനെ ഓർത്ത് അഭിമാനിക്കുന്നവരാണ് മനുഷ്യരെല്ലാം. അത് ക്രിസ്ത്യാനികളെന്നല്ല, എല്ലാവരും അത് തന്നെയാണ്. ഞാൻ 2018 മുന്നേ ആണെന്ന് ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട്, മൊബൈൽ ക്ലിപ്പിംഗ്. അതിലൊരു ചലച്ചിത്ര നടി, അവര് ഞാൻ പേരൊന്നും പറയുന്നില്ല, അവര് പറഞ്ഞു, എൻ്റെ മക്കളുടെ വാഹനങ്ങൾ ഒരു ഇന്റർവ്യൂവിൽ പരാതി പറയുകയാണ് മറ്റൊരാളോട്. എൻ്റെ മക്കളുടെ വാഹനങ്ങൾ എൻ്റെ വീട്ടിനകത്തോട്ട് കയറ്റാൻ പറ്റുന്നുണ്ട്. ലംബോർഗിനി, ബെൻസും വലിയ വലിയ ആഡംബര കാറുകളൊന്നും എൻ്റെ വീട്ടിനകത്തോട്ട് കയറ്റാൻ പറ്റുന്നുണ്ട്. ഈ റോഡൊന്നും കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഇവിടെ വഴികളൊന്നും ഇവിടെ നേരാവണ്ണം സർക്കാർ ഒന്നും ചെയ്യത്തില്ല. അപ്പം ഞാനിത് വളരെ ഇഷ്ടമാണ്. അപ്പൊ ആ സമയത്ത് എനിക്ക് സൈക്കിൾ പോലും ഇല്ല. ഞാനൊരു ദൈവം, ഇങ്ങനെയും ആളുകളുണ്ടല്ലോ, അവരുടെ പൈസ അവർക്ക് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി എന്നുള്ളതാണ്. അതും പോരാതെ ചുറ്റുപാട് വഴിത്തർക്കങ്ങളും കാര്യങ്ങളും. ഇവിടെ ലംബോർഗിനി കാറ് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രയാസം, കുണ്ടും കുഴിയുണ്ടെന്നുള്ളൊരു പ്രയാസം. ഞാൻ മനസ്സിലാലോചിച്ചു, ദൈവമേ, ഇങ്ങനെയും ആളുകളുണ്ടല്ലോ. ഇങ്ങനെയും ഈ ലംബോർഗിനിയെ പറ്റി വിഷമിക്കുന്ന ആളുകളുണ്ട്. ലംബോർഗിനി എന്ന് പറഞ്ഞാൽ കാറാണ് കേട്ടോ, സ്ത്രീയുടെ പേരല്ല. അപ്പം അങ്ങനെ ഞാൻ ആലോചിച്ചു, ഇങ്ങനെയും ലോകത്ത് മനുഷ്യരുണ്ട്. ഇതേ സ്ത്രീയെ കുറച്ച് വർഷത്തിന് ശേഷം
വ്യക്തമായി പറഞ്ഞാൽ പ്രളയത്തിന് ശേഷം ഞാൻ വേറൊരു വീഡിയോ ഉണ്ട്. ഞാൻ നോക്കിയപ്പോ ഈ വ്യക്തിയെ വീടിന് പുറത്തിറക്കാൻ പറ്റാതെ ബിരിയാണി ചെമ്പില്, ബിരിയാണി പാത്രം ഉണ്ടല്ലോ, വെള്ളം കെട്ടി വീടിന് മുറ്റത്തിറങ്ങാൻ പറ്റുന്നില്ല, ആർക്കും ഇറങ്ങാൻ പറ്റുന്നില്ല. അത് കൂടിയവനും കുറഞ്ഞവനും എല്ലാവരും അവസ്ഥ അത് തന്നെയായിരുന്നു. അപ്പൊ ഈ പുള്ളിക്കാർക്ക് വീടിന്റെ വെളി ഇറങ്ങാൻ പറ്റുന്നില്ല, വീടിന് മുറ്റത്ത് മൊത്തം വെള്ളം. നോക്കിയപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കുന്ന ബിരിയാണി വാർപ്പില്ല, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വാർപ്പ്, അതിൽ ഇരുത്തി ഒഴുക്കിയാണ് മുറ്റത്തോട്ട് കൊണ്ടുപോയത്. അപ്പൊ ഞാനിങ്ങനെ താടിക്ക് കൈ ഓർത്തു, ദൈവമേ, ഈ പുള്ളിക്കാരി അല്ലേ അന്ന് ലംബോർഗിനിയെ പറ്റി പരാതി പറഞ്ഞത്, ഞാൻ ഇപ്പൊ ബിരിയാണി ചെമ്പിലിരുന്ന് പോകുന്നു. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ആളുകള് പലതിനെയും പറഞ്ഞ് പ്രശംസിക്കുന്നവരുണ്ട്. എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശംസിക്കാൻ പറയാനുണ്ടോ? നമുക്ക് പ്രശംസ പാടുണ്ടോ? ലോകപരമായ രീതിയിലുള്ള പ്രശംസ നമുക്ക് പാടുള്ളതല്ല, നമുക്കത് പാടില്ല. പക്ഷെ എങ്കിലും പാരമ്പര്യം പറയുന്നവരുണ്ട്. എങ്കിലും ഞാൻ ആ കുടുംബത്തിലുള്ളതാണ്, അല്ല എന്റെ വീട്ടില് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പല രീതിയിൽ പലതിനെ പറ്റി പമ്പ് പറയുന്നത്, അതിന് ശരിക്കുള്ള വാക്ക് അങ്ങനെയാണ് പറയാം, പ്രശംസ പക്ഷെ തിയോളജിക്കൽ വാക്ക്, പമ്പ് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ പൗലോസ് ഇവിടെ പറയുന്ന രണ്ട് കാര്യങ്ങളിലാണ് പൗലോസിന് പ്രശംസിക്കാനുള്ളത്. പൗലോസിനെ പറ്റി നമുക്കറിയാം, അന്നുണ്ടായിരുന്ന നല്ലൊരു ജ്ഞാനിയായ ഒരു മനുഷ്യനാണ് പൗലോസ്. അതായത് ഇന്നിപ്പോ നമുക്കിപ്പോ മോഡേൺ സയൻസ് ഒക്കെ ഉണ്ട്. അന്ന് മോഡേൺ സയൻസ് ഉണ്ട്, 2000 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് മോഡേൺ സയൻസിൽ. പക്ഷെ അന്ന് തത്വചിന്തയാണ്, ഫിലോസഫി. അപ്പോൾ ഈ പൗലോസ് നല്ല ഫിലോസഫർ ആയിരുന്നു. പോരാത്തതിന് ഗമാലിയൽ എന്ന പേരുള്ള ഒരു പണ്ഡിതന്റെ കീഴിൽ നിന്ന് പഠിച്ച ശിഷ്യനാണ് പൗലോസ്. അപ്പൊ യഹൂദൻ പഴയ നിയമം മൊത്തം അരച്ച് കലക്കി എന്ത് ചോദിച്ചാലും അത്. ഇനി യവനന്മാരുടെ, അതായത് ഗ്രീക്കുകാരുടെ ഫിലോസഫി എന്ത് ചോദിച്ചാലും ഈ പുള്ളിക്കാരി. പോരാത്തതിന് നല്ല കാശ്. അത് പോരാഞ്ഞിട്ട് യഹൂദന്റെയും യവനന്റെയും സിറ്റിസൺഷിപ്പ് ഉള്ള മനുഷ്യൻ, എന്തുകൊണ്ടും എല്ലാം കൊണ്ടും പറയാനുള്ള ഒരാള് പുള്ളി പറയുകയാണ്, എനിക്ക് പ്രശംസിക്കാനുള്ളത് എന്താണെന്ന് അറിയാമോ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിലനിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. പിന്നെ ശ്രദ്ധിക്കണേ, നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിത്യതയെ ഓർത്ത് ഞാൻ പ്രശംസിക്കുന്നു. ഇതാണ് പൗലോസ് അവിടെ പറയുന്നത്. പൗലോസിന് വേണമെങ്കിൽ പറയാം, എനിക്ക് ഇത്രയും വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് അതുണ്ട്, എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇന്ന ഡോക്ടറേറ്റ് ഉണ്ട്, ഞാൻ ഗമാലിയലിന്റെ ആളായിരുന്നു എന്നൊക്കെ പൗലോസിന് പറയാം. പക്ഷെ പൗലോസ് അതൊന്നും പറയുന്നില്ല. പൗലോസ് പറയുന്നത് എന്താണ്? നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതായത് നിത്യതയെ ഓർത്ത് പ്രശംസിക്കുന്നു. ഒരു ദൈവവേദനെ സംബന്ധിച്ച് നമുക്ക് പ്രശംസിക്കുവാൻ വകയുണ്ട്. ഒന്നാമത് എന്താണ്? നിത്യത, ദൈവം നമുക്ക് ഒരുക്കി വെച്ചേക്കുന്ന ആ നിത്യതയിൽ നമുക്ക് പ്രശംസിക്കാം. എനിക്കുള്ള ബാങ്ക് ബാലൻസോ എന്റെ കുടുംബ മഹിമയോ കുല പാരമ്പര്യങ്ങളൊന്നുമല്ല, ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ നിത്യതയെ ഓർത്ത് പ്രശംസിക്കാം. പൗലോസ് ഈ തുടക്കവാക്യം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, ഇവിടെ വിശ്വാസം, നീതീകരണം അങ്ങനെയുള്ള സബ്ജക്റ്റ് ഒക്കെയാണ് പൗലോസ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതായത് ഒരു വ്യക്തി എങ്ങനെയാണ് കർത്താവിലേക്ക് വരുന്നത്, കർത്താവിന്റെ രക്ഷാകര പദ്ധതി എങ്ങനെയാണ് എന്നൊക്കെയാണ് ഒന്നാം വാക്യത്തിൽ പറയുന്നത്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. വിശ്വാസത്താലാണ് നാം ദൈവസന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനം കിട്ടിയത്, നാം വിശ്വസിച്ചതുകൊണ്ട്. ഇനി അതിന്റെ 10ാം വാക്യം, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. ഇവിടെ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, അങ്ങനെയാണ് പൗലോസ് പറയുന്നത് 10ാം വാക്യത്തിൽ. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. എന്താണ് ഇതിനർത്ഥം? അതായത് നാം ഒരു കാലഘട്ടത്തിൽ ദൈവത്തോട് ശത്രുക്കളായിരുന്നു. ഇന്ന് നാം അബ്ബാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുമ്പോൾ, ദൈവത്തെ അറിയാത്ത കാലഘട്ടത്തിൽ നമ്മൾ ശത്രുക്കളായിരുന്നു. ദൈവത്തോട് എനിമിറ്റിയുള്ള വ്യക്തികളായിരുന്നു നാം ഇല്ല.
ദൈവത്തിന് നമ്മോട് കോപമുണ്ടായിരുന്നു, ദൈവത്തിന് നമ്മോട് സ്നേഹമുണ്ടായിരുന്നു. എന്നാൽ അതേസമയം തന്നെ ദൈവ കോപവും നമ്മുടെ മുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ പുത്രനായ ദൈവത്തിലൂടെയാണ് നമുക്ക് ആ ശത്രുത്വം മാറിക്കിട്ടിയത്. ഒരിക്കൽ നമ്മൾ ശത്രുവായിരുന്നു, ഇന്ന് നമ്മൾ ശത്രുവല്ല, നമ്മൾ മക്കളാണ്. അതാണ് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൗലോസ് പറയുകയാണ്, എനിക്കിതെല്ലാം ഉണ്ട്, ശരിയാണ്, നിങ്ങൾ ഈ പറയുന്ന പോലെ എല്ലാ ബാക്ക്ഗ്രൗണ്ട് എല്ലാ പദവികളും ഒക്കെ ഉണ്ട്, പക്ഷെ ഇതൊന്നും എനിക്ക് വിഷയമല്ല. എന്റെ ഈ പഠനവും എന്റെ ജ്ഞാനവും ഇതൊന്നും എനിക്ക് വിഷയമല്ല, എന്റെ ശുശ്രൂഷ പോലും വിഷയമല്ല. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പ്രശംസിക്കുവാൻ ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. പൗലോസിനെ സംബന്ധിച്ച് ഇതാണ് ആകെപ്പാടെയുള്ള ഒരു പ്രശംസ, ദൈവ തേജസ്സിന്റെ പ്രത്യാശ. അങ്ങനെ നമ്മളെ പ്രശംസിക്കാറുണ്ട് എപ്പോഴെങ്കിലും? നിത്യതയെ പറ്റി ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കും. ഇന്നത്തെ ക്രിസ്ത്യാനികൾ നിത്യതയെ പറ്റി ചിന്തിക്കാറെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഞാൻ ചിലപ്പോഴും ആലോചിക്കും, ഓരോന്നൊക്കെ കാണുമ്പോൾ. എന്നാൽ നമ്മളെ സംബന്ധിച്ച് വരുവാനുള്ള ആ ദിവസം, അല്ലെങ്കിൽ ഞാൻ കർത്താവിനെ മുഖാമുഖം നേരിൽ കാണും, അതാണ് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കൊള്ളുവാൻ. പൗലോസ് എന്നിട്ട് മറ്റൊരു കാര്യവും കൂടെ തന്റെ പ്രശംസയെ പറ്റി പൗലോസ് പറയുന്നുണ്ട്. അതിതാണ്, അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പൗലോസ് ഇത് പറയുമ്പോഴേ നമ്മൾ വിചാരിക്കുന്നു 2000 കൊല്ലത്തിന് മുമ്പല്ലേ, അന്ന് ഭയങ്കര ബുദ്ധിശാലികളായിട്ടുള്ള ആയിരിക്കുന്നു എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെയല്ല. പണ്ട് പഠിക്കുന്ന പിള്ളേർക്ക് അറിയാം, അരിസ്റ്റോട്ടിലും അല്ലെങ്കിൽ ഭയങ്കര തത്വചിന്തകന്മാരൊക്കെ ഉള്ള സമയത്താണ് പൗലോസ് ഇത് പറയുന്നത്, നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അതായത് അന്ന് പൗലോസിന്റെ കാലഘട്ടത്തിൽ ഒരു ആശയം ഉണ്ടായിരുന്നു, ഇന്നും അതുണ്ട്. കുടിക്കുക, ഈറ്റ് ആൻഡ് മെറി, കുടിക്കുക, അറുമാരിക്കുക, തിന്നുക, കുടിക്കുക, അല്ലെങ്കിൽ അവരുടെ ലൗകിക കാര്യങ്ങൾ നേടിയെടുക്കുക. ഇതാണ് അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ ആശയം. അതുകൊണ്ട് ആളുകളെ സംബന്ധിച്ച് എങ്ങനെയും കാശുണ്ടാക്കണം, എങ്ങനെയും അടിച്ചു പൊളിക്കണം, എങ്ങനെയും കുറെ ടൂറിന് പോകണം, എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം അടിച്ചു പൊളിച്ച് ജീവിച്ചോളണം. ഈ ഒരു ആശയം അന്നുണ്ടായിരുന്നു പൗലോസ് പറയുന്ന സമയത്ത്. പൗലോസ് പറയുന്ന സമയത്ത് ഇന്നിപ്പോ നമുക്കിത് വായിക്കുമ്പം വലിയ ഇത് തോന്നാറില്ല. പക്ഷെ അന്ന് പൗലോസ് പറയുന്ന സമയത്ത് എന്തും എങ്ങനെയും ജീവിക്കാനുള്ള സാഹചര്യം അന്ന് ഉണ്ടായിരുന്നു. അതായത് ധാർമ്മികമായിട്ട് വളരെ അധപ്പതനം നിന്നിരുന്ന ഒരു കാലഘട്ടമാണ് അന്ന്. നമ്മൾ ഈ പറയുന്ന പോലെ വിവാഹം എന്നൊരു കൺസെപ്റ്റ് ഒന്നും അന്നില്ല, ആർക്കും ആരോടും എങ്ങനെയും ജീവിക്കാം. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ പറ്റി പറയുന്നത്. എന്ന് പറയാൻ അത്രയ്ക്ക് മോശമായ ധാർമ്മികത നിലനിന്നൊരു കാലഘട്ടമാണ്, മോശമായ ഐഡിയോളജീസ്, എങ്ങനെയും മനുഷ്യർ ജീവിക്കാം. അല്ലെങ്കിൽ അന്നുള്ള ആളുകള് പൈസയ്ക്ക് ഇന്ന് ഭൂരിപക്ഷം കാണുന്ന വ്യക്തികളെ പോലെ തന്നെയാണ് പൈസയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ജീവിച്ചവരാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്കിരുന്ന് പൗലോസ് പറയുകയാണ്, കഷ്ടങ്ങളിൽ നിന്ന് നാം പ്രശംസിക്കുന്നു. ഇത് വായിക്കാൻ എന്താ എളുപ്പം അല്ലേ? ഇത് വായിച്ചു പറയാൻ നല്ല എളുപ്പമുണ്ട്. കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പക്ഷെ എന്താണ് പൗലോസ് ഇവിടെ പറയുന്ന കഷ്ടത? അതറിയാമോ? അപ്പൊ നമ്മളെ കഷ്ടത, ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചിരുന്നപ്പോ ഒരു പയ്യൻ പറഞ്ഞ്, ബ്രദറെ, വേറെ സ്റ്റേറ്റുകാരനാണ്, ബ്രദറെ ഞാൻ നാട്ടിൽ തിരിച്ചു പോവുക. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയടാ? അത് എൻ്റെ തലമുടി കൊഴിയുന്നു, അതുകൊണ്ട് എനിക്ക് ഇനി കൂടുതൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ ആലോചിച്ചു, ദൈവമേ, നമ്മളിവിടെ ഈ കഷ്ടപ്പെട്ട് സൗത്ത് ഇന്ത്യ വിട്ടിട്ട് നോർത്തിൽ പോയി ഈ ചൂടത്ത് അവിടുത്തെ കാലാവസ്ഥ, രാജസ്ഥാനിലെ കാലാവസ്ഥ നിന്ന് ചെന്ന്, രാജസ്ഥാൻ എന്ന് കേൾക്കുമ്പോഴേ മരുഭൂമിയല്ലേ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അല്ലേ? അല്ലെങ്കിൽ രാജസ്ഥാൻ മാർബിളിന്റെ പരസ്യം, പക്ഷേ ഇങ്ങനെ ഒരാളിങ്ങനെ കൈവച്ചിരിക്കുന്നത്, ഇത് തന്നെയല്ലാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് ആ കാലാവസ്ഥ നിൽക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ ഇവൻ വന്നിട്ട് നോർത്ത് ഇന്ത്യക്കാരൻ തന്നെ വന്ന് പറയുകയാണ്, എനിക്ക് മുടി കൊഴിയുന്നു, അതുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റും. അപ്പൊ പലർക്കും ഇങ്ങനെയൊക്കെയാണ് കഷ്ടപ്പാട്. ബാങ്കില് അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലാത്തതാണ് അവരുടെ വിഷമം. അല്ലെങ്കിൽ നല്ലൊരു വീട് വെക്കാത്തതിന് വിഷമമുണ്ട്. അല്ലെങ്കിൽ പലരുടെയും കഷ്ടത ഈ പ്രാർത്ഥനാ സമയത്തൊക്കെ ഇന്ന് ഈ കൂടുതലായിട്ട് ക്രൈസ്തവ കോളത്തിൽ നമ്മൾ കാണുന്ന ഒരു രീതിയാണ്. അതായത് ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി കൂടുതലും നമ്മൾ ഈ ലൗകികപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പ്രഭാഷണങ്ങൾ, കൂടുതലും പ്രസംഗങ്ങൾ. അങ്ങനെയാണ്, നിങ്ങൾ വന്ന് പ്രാർത്ഥിച്ചാൽ, അല്ല, നിങ്ങളെ വിശ്വാസിയായാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും, നിങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവും.
ഇടയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ മൊബൈൽ എടുത്ത് വെച്ചിട്ട് അങ്ങളെ 1.5 കോടി വന്നോ? നിങ്ങൾ വീഡിയോ കണ്ടോ? പലരും കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഒരു സുവിശേഷകൻ എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളി സഭയിൽ നിന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മൊബൈലിലോട്ട് നോക്കുക, അതിലോട്ട് എന്നിട്ട് പ്രാർത്ഥിക്കുക. അപ്പം പ്രാർത്ഥിക്കുമ്പം ഈ അക്കൗണ്ടിൽ കാശ് വീഴും. ഇത്തരത്തിലുള്ള പഠിപ്പിക്കൽ എവിടെ ചെന്നാലും നന്മയും അനുഗ്രഹം, നന്മയും അനുഗ്രഹം, നന്മയും അനുഗ്രഹം. പ്രസംഗങ്ങളും അങ്ങനെ തന്നെയാണ്, പഠിപ്പിക്കലും അങ്ങനെയാണ്. പാട്ടുകൾ പോലും അനുഗ്രഹത്തിന്റെ പാട്ടുകൾ മാത്രം. അപ്പൊ ഇങ്ങനെ അനുഗ്രഹം 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 മാത്രം കേട്ടോണ്ടിരുന്നാൽ പൗലോസ് പറഞ്ഞതുപോലെ കഷ്ടതയിൽ എവിടെ പോയി നമ്മൾ പ്രശംസിക്കും? നമ്മുടെ സഭകളില് അനുഗ്രഹങ്ങളെ മാത്രം പറ്റി പറഞ്ഞുകൊണ്ടിരുന്നാൽ പൗലോസ് പറഞ്ഞതുപോലെ തന്റെ ഇടത്തോടെ നമുക്ക് പറയാൻ പറ്റുമോ കഷ്ടതയിൽ പ്രശംസിക്കണമെന്ന്? പറയാൻ പറ്റില്ല. അപ്പൊ പൗലോസ് പറഞ്ഞ കഷ്ടത നമ്മൾ കാണുന്ന കഷ്ടത അല്ല, അതായത് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടത അല്ല പൗലോസ് അവിടെ പറയുന്ന കഷ്ടത. അതിന് പ്രത്യേക അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ റോമാ പട്ടണങ്ങളിലെ ക്രൈസ്തവരുടെ ചരിത്രം പഠിക്കണം, അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ പൗലോസ് അവിടെ പറഞ്ഞ കഷ്ടത എന്താണെന്നറിയാമോ? ചരിത്രകാരനായ ടാസിറ്റസ് ഇങ്ങനെ എഴുതുന്നുണ്ട്, അന്ന് വിശ്വാസത്തിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ വിശ്വാസത്തിന്റെ പേരിൽ തിളച്ച എണ്ണയിലിട്ട് വറുത്തെടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. റോമാ പട്ടണങ്ങളിലെ തെരുവുകളിൽ വിളക്കുകളായിട്ട് നിന്നിരുന്നത് ക്രിസ്ത്യാനികളാണ്. അങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും, തെരുവ് വിളക്കുകളായിട്ട് ക്രിസ്ത്യാനികൾ. അപ്പം ഈ തെരുവിൽ ഇങ്ങനെ താല്പര്യം പോലെ ആളുകളുടെ കയ്യിൽ, ക്രിസ്ത്യാനികളുടെ കയ്യിൽ വിളക്കൊക്കെ കൊടുത്ത് നിരന്ന് നിൽക്കുമായിരിക്കും, രാത്രി അവരങ്ങനെ നിൽക്കുമായിരിക്കും എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അത് അങ്ങനെയല്ല. വിശ്വാസത്തിന്റെ പേരില് ക്രിസ്ത്യാനികളെ ജീവനോടുകൂടെ അവിടെയുള്ള വിളക്ക് മരങ്ങളിൽ പച്ചയ്ക്ക് രാത്രികാലങ്ങളിൽ അവരെ കത്തിക്കുമായിരുന്നു. അതായത് ഇന്നത്തെ പോസ്റ്റ് പോലെ അന്നുള്ള വിളക്ക് മരങ്ങളിൽ രാത്രി പ്രകാശം കൊടുത്തിരുന്നത് ക്രൈസ്തവന്റെ കത്തി അമരുന്ന ശരീരങ്ങളായിരുന്നു. ഇനി മറ്റ് ചില മുറകൾ പറയാം. അന്ന് വിശ്വാസത്തിന്റെ പേരിൽ മൈതാനങ്ങളിൽ വിശ്വാസികളെ പിടിച്ചു നിർത്തിയിട്ട് അതിന്റെ ഒത്ത നടുക്ക് വിശ്വാസികളെ കൊണ്ടിരുത്തും. ഇന്നിപ്പോ ഫുട്ബോൾ കളി, ക്രിക്കറ്റ് കളി കാണുന്നത് പോലെ അന്നുള്ള അക്രൈസ്തവരായിട്ടുള്ള ഭരണാധികാരികൾ സ്റ്റേഡിയത്തിന് ചുറ്റും ഇരിക്കുമ്പം സ്റ്റേഡിയത്തിന് നടുക്ക് ക്രിസ്ത്യാനികളെ പറഞ്ഞു വിടും. ക്രിസ്ത്യാനികളെ ആക്ഷേപിക്കുന്നതാണ്, ക്രിസ്ത്യാനികളെ നിന്ദിക്കുന്ന രീതികളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരെ നടുക്ക് കൊണ്ട് നിർത്തിയിട്ട് പ്രധാന കവാടം അങ്ങ് അടയ്ക്കും. ആ ഗേറ്റ് അങ്ങ് അടച്ചിട്ട് ചെറിയ ഗേറ്റ് അങ്ങ് തുറക്കും. ചെറിയ ഗേറ്റ് തുറക്കുമ്പോൾ അതിനകത്തൂടെ ഇറങ്ങി വരുന്നത് വന്യമൃഗങ്ങളാണ്. സിംഹവും കരടിയും കടുവയൊക്കെ വന്നിട്ട് ഈ നടുക്ക് നിൽക്കുന്ന പാവപ്പെട്ട ക്രിസ്ത്യാനികളായ അമ്മമാരുടെയും മക്കളുടെയും ഗർഭിണികളുടെയും വൃദ്ധന്മാരുടെയൊക്കെ ശരീരം കടിച്ചു കയറുന്നത് കണ്ട് അന്നുണ്ടായിരുന്ന പ്രഭുക്കന്മാർ, ചക്രവർത്തിമാർ കൈയടിച്ച് ആർത്തു ഘോഷിക്കുമായിരുന്നു. ഇതാണ് പൗലോസ് പറയുന്ന കഷ്ടത. ഈ കഷ്ടതയിൽ പൗലോസ് പറയുകയാണ്, നാം കഷ്ടങ്ങളിലും പ്രശംസിക്കണം. രാമൻ പറയാമോ? ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പട്ടുമെത്തയുടെ ജീവിതമല്ല. എന്ന് വെച്ച് ക്രിസ്ത്യൻ ജീവിതം എന്ന് പറഞ്ഞാൽ മുഴുപട്ടിണി, മുഴുദാരിദ്ര്യം ഒന്നുമല്ല. ദൈവം നടത്തേണ്ടത് നടത്തും. ദൈവം തരേണ്ട നന്മ തരും. ദൈവം തരേണ്ട രോഗസൗഖ്യം ദൈവഹിതമെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും. ദൈവം നടത്തേണ്ടുന്ന വഴിയിൽ നിങ്ങളെ നടത്തുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. അതില്ലെന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ ഇതിനെ മാത്രം പ്രൊമോട്ട് ചെയ്ത്, അനുഗ്രഹത്തിനെയും വിടുതലിനെയും നന്മയും മാത്രം പ്രൊമോട്ട് ചെയ്ത ഒരു ക്രൈസ്തവ ആശയം വേദപുസ്തകം പഠിപ്പിക്കുന്നു. ആമേൻ. ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഏതൊരവസ്ഥയിലും കർത്താവിനെ ഉയർത്തുന്നവരായിരിക്കണം. ഏതൊരവസ്ഥയിലും എന്ത് വന്നാലും ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കും. പട്ടിണിയോ നഗ്നതയായിരുന്നാലും ശരി, പൗലോസ് പറഞ്ഞതുപോലെ നാം കഷ്ടങ്ങളിലും പ്രശംസിക്കണം. ഇനിയും പറയാം, റോമാ പട്ടണങ്ങളിൽ അന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ തത്വചിന്തയൊക്കെ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന അന്നുള്ള ഈ ആശയങ്ങളൊക്കെ അന്ന് ബുദ്ധിമാന്മാരായിരുന്നു കൂടുതലും. അപ്പൊ അന്ന് ഈ ഒരു വ്യക്തി ക്രൂശിൽ മരിച്ചു, അദ്ദേഹം മറ്റുള്ളവർക്ക് ജീവൻ കൊടുത്തു, രക്ഷ കൊടുത്തു എന്നൊക്കെ പറയുന്ന ആശയം, അല്ലെങ്കിൽ സുവിശേഷം എന്ന ആശയം അവർക്ക് ഘോഷത്വമായിരുന്നു. അത് വചനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അന്ന് ഈ പട്ടണങ്ങളില് കുരിശ് നാട്ടിയിട്ട് കുരിശിന്റെ ഏറ്റവും മുകളിൽ കഴുതത്തല കട്ട് ചെയ്ത് കഴുതത്തല വെക്കും. എന്തിനെന്നറിയാമോ? ക്രൈസ്തവരെ പരിഹസിക്കാൻ. ഇങ്ങനെ ഒത്തിരിയേറെ പരിഹാസം, വിശ്വാസത്തിന്റെ പേരിൽ നിന്ദതയും കഷ്ടതയും മരണവും ദുഃഖവും ഒക്കെ നേരിട്ട ഒരു ചരിത്രമാണ് ആദിമ ക്രിസ്ത്യാനികൾക്കുള്ളത്. അതുകൊണ്ട് ആധുനിക ക്രൈസ്തവനുള്ള കഷ്ടതയല്ല
ആദിമ ക്രൈസ്തവനുള്ള കഷ്ടത, രണ്ടും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ സിമ്പിളായിട്ട് അങ്ങ് വായിച്ചു പോകും. കഷ്ടതയിലും നാം പ്രശംസിക്കണം. അപ്പൊ എനിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ പ്രശംസിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതല്ല പൗലോസ് പറയുന്നത്, മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് പോലും കഷ്ടതയിൽ പ്രശംസിക്കുന്നവരായിരിക്കണം. അന്നുണ്ടായിരുന്ന അല്ലേ അപ്പോസ്തലന്മാരൊക്കെ അതാണ് ചെയ്തത്. അവർക്ക് അടി കൊണ്ടിട്ടും ഇടി കൊണ്ടിട്ടും അവര് ചിരിച്ചുകൊണ്ടാണ് പോയത്. ഇടയ്ക്ക് ഛത്തീസ്ഗഡിൽ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്ന പയ്യൻ അത്രയേ ഉള്ളൂ, അവനെ ഒരു ഒറ്റ അടി കൊടുത്തു, ഒരു സുവിശേഷകരാജ്. അവനെ അടിച്ചപ്പോഴ് അവൻ തിരിഞ്ഞു നിന്നിട്ട് അടുത്ത ചെവിളിലൂടെ കാണിച്ചു. വേറെ ആരിങ്ങനെ കാണിക്കും? എവിടെ നിന്നാ വന്നത്? വചനമാണ്, കർത്താവാണ് പറഞ്ഞത്. ഒരു ചെകിട് അടിക്കുന്നവനെ മറേ ചെകിട് കാണിച്ചു കൊടുക്കണം. ഒരു ക്രിസ്ത്യാനിക്ക് മാത്രമേ അത് കഴിയത്തുള്ളൂ. ക്രൈസ്തവ ആശയം മാത്രമേ അങ്ങനെ പറയുന്നുള്ളൂ. കാരണം നിങ്ങൾ ഏതൊരാശയത്തിലെയും ദൈവസങ്കല്പങ്ങളിൽ നിന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ ഹീറോയിസം ആയിട്ടുള്ള ദൈവങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആശയങ്ങളെ ഞാൻ ആ ആശയങ്ങളെ ഒന്നും നിന്ദിക്കുന്നതൊന്നുമല്ല. പക്ഷെ ഒരു ദൈവത്തെ കുറിച്ച് പറയുമ്പം എല്ലാവരും അങ്ങനെ വലിയ ഭീമാകരമായ എന്തോ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ദൈവത്തെയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ക്രിസ്ത്യാനിറ്റി ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയല്ല. കാൽവരി ക്രൂശിൽ നഗ്നനായി നിന്ന, എനിക്ക് നിങ്ങൾക്കും വേണ്ടി നിന്നയേറ്റ, പരിഹാസമേറ്റ ഒരു ദൈവത്തെയാണ് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ അവിടെ കൊണ്ടത് അവസാനിച്ചില്ല, അത് ഉയർപ്പിൽ അത് വിജയിച്ചു. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ളൊരു വിശ്വാസമാണ് നമുക്കുള്ളത്. പൗലോസ് പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ പ്രത്യാശയിൽ അല്ലെങ്കിൽ ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതുതന്നെയല്ല പിന്നെ പറയുന്നത് കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ. കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ. കഷ്ടതയിൽ നിന്ന് സഹിഷ്ണുത, സഹിഷ്ണുതയിൽ നിന്ന് സിദ്ധത, സിദ്ധതയിൽ നിന്ന് പ്രത്യാശ. നല്ലൊരു സ്ക്വയർ സർക്കിള് പൗലോസ് വരച്ച് കാണിക്കുന്നു. പറഞ്ഞില്ലേ, മനുഷ്യൻ ഭയങ്കര ബുദ്ധിയുള്ള ആളുകളെയാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു പാറ്റേൺ ആണ് എഴുതി കാണിക്കുന്നത്. ക്രൈസ്തവ ജീവിതത്തിന്റെ ഒരു പാറ്റേൺ ആണ് എഴുതി കാണിക്കുന്നത്. കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? കഷ്ടത ഉണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും പല പ്രയാസങ്ങളിലും വേദനകളിലും ഒക്കെ വന്നിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ. അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ ആയിരിക്കാം നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത്. അത് ഉണ്ടെന്ന വചനം പറയുന്നത്. എന്നാൽ ഈ കഷ്ടതയിൽ ആരുണ്ട് നമ്മോടൊപ്പം? ദൈവമുണ്ട്. കാനാവിലെ കല്യാണത്തിലെ വീഞ്ഞ് തീർന്നപ്പോ ആരവിടെ ഉണ്ടായിരുന്നു? കർത്താവ് അവിടെ ഉണ്ടായിരുന്നു. പടകില് തിരമാല ആഞ്ഞടിച്ചപ്പോഴും എന്തുണ്ടായിരുന്നു? കർത്താവ് അവിടെ ഉണ്ടായിരുന്നു. ഏതൊരു പ്രശ്നത്തിന്റെ നടുവിലും കർത്താവ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് അവന് പ്രശ്നങ്ങൾ ഇല്ലെന്നല്ല, അവന്റെ പ്രശ്നത്തിൽ അവന് താങ്ങായിട്ട് ദൈവം കൂടെയുണ്ട്. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന വിശ്വാസം. അല്ലാതെ എനിക്ക് എല്ലാം സുഖമായിരിക്കും, ഞാൻ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് എല്ലാം കിട്ടും, എല്ലാത്തിനും എല്ലാം തികഞ്ഞ ഒരു സുഭിക്ഷ ജീവിതം, അങ്ങനെ ഒരു ജീവിതം ബൈബിൾ പഠിപ്പിക്കുന്നു. കഷ്ടത, സഹിഷ്ണുത. അതുകൊണ്ട് ക്രൈസ്തവ ജീവിതത്തിൽ എന്തുണ്ട്? കഷ്ടതയുണ്ട്, പ്രയാസം ഉണ്ടെന്നേ. നിങ്ങൾ അനുഭവിക്കുന്ന പല വേദനകളും ഉള്ളതാ, ദൈവം അനുവദിച്ചതാണ്. പക്ഷെ നിങ്ങളെ താങ്ങാൻ ദൈവം കൂടെ ഉണ്ട്. നിങ്ങൾക്കത് തന്നെങ്കിൽ നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്, നിങ്ങളുടെ ഒപ്പം ദൈവമുണ്ട്. അപ്പൊ ആ കഷ്ടതയിൽ നിങ്ങളെ കടത്തി വിട്ടത് എന്തിനെന്നറിയാമോ? അതുവഴി ഒരു സഹിഷ്ണുതയും കൂടെ ദൈവം നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നോർത്ത് ഇന്ത്യയിലായിരിക്കുമ്പം ഞങ്ങൾക്ക് എനിക്കിന്ന് ഓർമ്മയുണ്ട്, ഒരു കൊച്ചു വീട്ടിൽ ഞങ്ങൾക്ക് വിസിറ്റിങ്ങിന് പോകണം. അപ്പം ആ വീടെന്ന് പറയുന്നത് ഒരു 3 മല കയറി ഇറങ്ങി വേണം പോകാൻ. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ ഒരു 6 മണിക്ക് ഇറങ്ങി. വൈകുന്നേരം 7 മണി ആയപ്പോഴാണ് ആ വീട്ടിലെത്തിയത്. ഈ 3 മല കയറി ഇറങ്ങി പോകണം, റോഡില്ല. ഇതൊക്കെ പിടിച്ച് പുരുഷന്മാർ മാത്രമാണ് പോകുന്നത്. അപ്പൊ അവിടെ ഉള്ള ചെറുപ്പക്കാരുണ്ട്, അവന്മാർക്ക് ഇതൊന്നും വിഷയമല്ല. അവര് നമ്മൾ സാധാരണ റോഡിൽ നടന്നു പോകുമ്പോൾ അവര് നടന്നു പോകും. എനിക്കാണെങ്കിൽ ഒന്ന് കയറി കഴിയുമ്പോൾ തന്നെ ഞാനൊരു 10 മിനിറ്റ് അവിടെ ഇരിക്കും. ഇസ്രായേൽ മക്കള് പാള അടിച്ചിരുന്നത് പോലെ ഞാൻ കുറച്ചു നേരം അവിടെയൊക്കെ ഇരുന്ന് പിന്നെ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നത്. ഇവന്മാരെ എന്റെ പെട്ടിക്കൂടെ പയറ് പോലെ അവന്മാരെ നടന്നു പോകും. എന്നാൽ അവന്മാരുടെ പാസും കൂടെയാണ് ഞാൻ. അതാണ് കഷ്ടം. വിശ്വാസികൾ എന്നെക്കാളും ബലത്തോടായിരിക്കും. മറ്റൊരു കാര്യം, അവർക്കത് ശീലമുള്ളതാണ്, നമ്മളെ പോലെയല്ല. അപ്പം ഒരു സ്ഥലം എത്തിയപ്പോഴേ ഒരു ചെറിയൊരു നദി, ചെറുതല്ല ഇപ്പൊ വലുത് തന്നെയാണ് നദി. അപ്പൊ ഈ നദി നമ്മളെങ്ങനെയാണ് സാധാരണ കിടക്കുന്നത്? ഒരു പാലം ഉണ്ടായിരുന്നു.
അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. പക്ഷെ പാലത്തിൽ പിടിക്കാവുന്നില്ല. ആകെ രണ്ട്, നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ 2 കാറ്റാടി കഴ വെച്ചിട്ടുണ്ട്. ഈ കാറ്റാടി കഴയിൽ നടന്നു പോകണം. അത് ഒരു സമയം എല്ലാവർക്കും പോകാൻ പറ്റത്തില്ല. ഇനി എല്ലാവരും കൂടെ പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒടിഞ്ഞു താഴെ. അപ്പോൾ ഞാൻ വെള്ളത്തിലോട്ട് നോക്കി. നല്ല നീല നിറത്തിലുള്ള വെള്ളം. ഇടയ്ക്ക് മുള്ളു പോലെ ഇങ്ങനെ എന്തോ കാണുന്നുണ്ട് വെള്ളത്തിന്റെ അടിയിൽ കൂടെ. പാറ, അത് വെറും പാറ അല്ല, ഈ മുള്ളിങ്ങനെ മുന പോലെ ഇരിക്കുന്ന പാറയാണ്. വീണാൽ എന്തായാലും ഞാൻ ഒഴുകി പോകത്തില്ല, അവിടെ കൊരുത്തിരിക്കും പാറയിൽ. അപ്പം ഞാൻ നോക്കിയപ്പം പാറ, ഈ മൊബൈൽ ഗെയിം കാണുന്നത് പോലെ താഴെ വെള്ളം, പാറ, പിന്നെ ഉള്ളത് പാലം. നിങ്ങളിപ്പോ ഒരു കാർട്ടൂൺ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ വരുന്നത്. എന്തായിരുന്നാലും അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് കൂടെ ഉള്ള ദേവാസന്മാർ പറഞ്ഞ പാസ് പോയാട്ടെ, എനിക്ക് പോകാൻ പേടി. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് അല്ല, ഞാനൊന്ന് ചരിഞ്ഞാൽ ഞാൻ വെള്ളത്തിൽ പോയി. അപ്പൊ എനിക്ക് വരും, നിങ്ങൾ പോയതിന് ശേഷം വരാം, കാരണം ഞാനാണല്ലോ അവരെ നയിക്കുന്നത്, നിങ്ങൾ പൊയ്ക്കോളാൻ പറയും. അവന്മാർ ഞാൻ സാധാരണ നടന്നു പോകും പോലെ അവരങ്ങ് നടന്നു പോകും. പിന്നെ പുറകിൽ നോക്കിയപ്പോൾ പിന്നെ ആരും ഇല്ല, എനിക്കിത് കടക്കുകയെന്നാണ്. ഞാൻ 2 കൽപ്പിച്ചു. അപ്പൊ കൂടെയുള്ള സീനിയർ മിഷണറി പറഞ്ഞു രാവിലെ പ്രാർത്ഥിച്ച് ഇങ്ങ് പോരാൻ പറഞ്ഞു. നടുക്കെത്തുമ്പോ താഴോട്ട് നോക്കാതെ നേരെ ഇങ്ങ് വന്നാൽ മതി എന്ന്. ഞാനല്ലേ കൂട്ടത്തിൽ മലയാളി ഞാൻ മാത്രമേ ഉള്ളൂ, പറയുന്നതിന് നേരെ ഇതുവരെ നമ്മൾ ചെയ്യത്തുള്ളൂ. നടന്നങ്ങ് കയറി ആവേശത്തിലങ്ങ് പോയി. നടുക്കെത്തിയപ്പോ എനിക്ക് എല്ലാം വിട്ടുപോയി. നടുക്കെത്തിയപ്പോ ഞാൻ താഴെ നോക്കുകയും ചെയ്തു. എനിക്ക് അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, തിരിച്ചും പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുവിധം അവർ എന്നെ എന്തൊക്കെ ഇട്ടുവന്ന് ഞാൻ അപ്പുറം അങ്ങ് എത്തി. പക്ഷെ അതൊന്ന്, പിന്നെ അടുത്ത പാലമായി. അവിടെ ഞാൻ അപ്പൊ ഒന്ന് പേടിച്ചൊക്കെ ചാടി ഇറങ്ങി. പിന്നെ ആക്കി എനിക്ക് ശീലമായി. കാരണം ഇതിലൊക്കെ പോകുമ്പോൾ പിന്നെ വരുന്ന വഴികളൊന്നും അതൊന്നും ഒരു വിഷയമേ അല്ല. അതൊന്നും ഒരു അപകടമായി എനിക്ക് തോന്നാറില്ല. കാരണം അതിലും വലുതാണ് ഞാൻ കടന്നു പോയത് എന്ന് പറഞ്ഞാൽ ഇതാണ് കഷ്ടത, സഹിഷ്ണുത, സിദ്ധതയും. അതായത് ഈ അവസരത്തിൽ ഞാൻ ഇണങ്ങി. എനിക്ക് ഇനി ഇതിൽ വലുത് വന്നാലും ഞാൻ പിടിച്ചു നിൽക്കും. അപ്പൊ അതിലൊരു സഹിഷ്ണുതയും എനിക്ക് തന്നു. പിന്നെ ഞാൻ ചുമ്മാ ഓടാൻ തുടങ്ങി. എനിക്കതൊന്നും വലിയ കാര്യമായിട്ട് തോന്നില്ല, കാരണം എനിക്ക് ശീലമായി. ഇതുപോലെയാണ് ദൈവം കഷ്ടത നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുന്നത്. അത് നമ്മളെ തകർക്കാനല്ല. ദൈവം അയക്കുന്ന കഷ്ടത നമ്മളെ തകർക്കാനല്ല, അതിൽ കൂടെ ഒരു സഹിഷ്ണുത നമുക്ക് തരാനാണ്. ഈ പാലം ഞാനൊന്ന് കടന്നു പോയില്ലായിരുന്നെങ്കിൽ തിരിച്ചെനിക്ക് കിട്ടിപ്പോട്ടായിരുന്നു. പക്ഷെ പാലം കടന്നു പോയതുകൊണ്ട് പിന്നെ എനിക്ക് എവിടെയും ധൈര്യമായിട്ട് പോകാം. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന അവസ്ഥകൾ അതൊന്നും വെറുതെ അല്ല. നിങ്ങൾ ചിലപ്പോൾ തീച്ചുകളുടെ അവസ്ഥയിലേക്ക് ആയിരിക്കാം പോകുന്നത്. പക്ഷേ ഒരാഭരണം അതിനെ നല്ല ഭംഗിയാക്കുന്നത്, അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് വളരെ മനോഹരമാക്കി തീർക്കുന്നത് ആ ആഭരണം തീക്കകത്തിട്ട് പണിയുന്നത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ തീച്ചുളയുടെ അവസ്ഥയിൽ കർത്താവ് നമ്മളെ പണിതെടുക്കുന്നതാണ്. അവിടെ നിന്ന് നാം പുറത്തു വരുമ്പം പിന്നെ കണ്ട ആളല്ല ഇനി കാണാൻ പോകുന്നു. നമുക്കൊരു സഹിഷ്ണുത ദൈവം തരും. കഷ്ടത, സഹിഷ്ണുത, സിദ്ധത എന്താണ്? സിദ്ധത എന്ന വാക്ക് നമുക്ക് പഴയ ട്രാൻസ്ലേഷനാണ് ഉള്ളത്. ചില വാക്കുകൾക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ അത്ര അറിയത്തില്ല. പ്രായമുള്ളവർക്ക് കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല പറ്റുന്നത്. കാരണം ഇത് 1800-കളിലൊക്കെ പരിഭാഷപ്പെടുത്തിയത് കൊണ്ട് ചില വാക്കുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. സിദ്ധത എന്ന് പറഞ്ഞാൽ ശരിക്കും പല ട്രാൻസ്ലേഷൻ നോക്കി കഴിഞ്ഞാൽ ക്യാരക്ടർ അല്ലെങ്കിൽ സ്വഭാവം എന്നതാണ് അർത്ഥമാക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പം ദൈവം നമുക്കൊരു സഹിഷ്ണുത തരും. എന്തും സഹിക്കാൻ ഒരു സഹിഷ്ണുത കൊണ്ട് ഏത് കാര്യം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റും. പണ്ട് പലതും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ വിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പം അന്ന് ബുദ്ധിമുട്ടായി തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ ദൈവം ഒരു സഹിഷ്ണുത. പണ്ട് ഒരു കോളനിയിൽ നിന്ന് ഒരു ആന്റി വിശ്വാസത്തിലോട്ട് വന്നു. അപ്പൊ ഈ നമുക്കറിയാം പണ്ടുള്ള കോളനികളിൽ ഇപ്പൊ സാഹചര്യങ്ങളൊക്കെ മാറി. അന്ന് രാവിലെയാണ് വെള്ളം വരുന്ന പൈപ്പൊന്നും ഇല്ലല്ലോ. ഇന്ന് കോളനികളിൽ പൈപ്പൊന്നും ഇല്ല. ഈ വെള്ളം കൊണ്ട് ടാങ്കർ ലോറികളിലാണ് നമുക്ക് തരുന്നത്. നമ്മൾ ചെന്ന് ക്യൂ ആയിട്ട് നിൽക്കണം. നമ്മളല്ല, കൂടുതൽ ആന്റിമാരാണ് നിൽക്കുന്നത്. ഈ ക്യൂ നിൽക്കുന്നതിന്റെ ഇടയിൽ എന്തുണ്ടാവും? എപ്പോഴും എന്തുണ്ടാവും? കേട്ടില്ല? പഴക്കെന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കരുത്. പഴക്കിലും കൂടിയത് അടി. പല പടത്തിന്റെയും ഷേപ്പ് പോലും നേരെ ആയിരിക്കില്ല. ഈ അടി കാരണം അത് ഞണങ്ങി. അപ്പൊ ഞാൻ അത് പുച്ഛിച്ച് പറയുന്നതല്ല, അങ്ങനെ ഒരു സമയം ഉണ്ടായത് അതൊരു യാഥാർത്ഥ്യമാണ്. അന്നത്തെ സാഹചര്യം, കഷ്ടപ്പാടും ഒക്കെ ആ ഒരു കോണ്ടെക്സ്റ്റ് ആയിരുന്നു.
എങ്കിലും അതിനൊക്കെ ദൈവം ഒരുപാട് മാറ്റം നമ്മുടെ നാടിന് ഉണ്ടാക്കി. ദൈവത്തെ സ്തുതിക്കും. അപ്പം ഇതൊരു കഥയാണ്, ഇത് ഉള്ളതാണോ ഇല്ലാണെന്നൊന്നും ചോദിക്കരുത്. അപ്പം ഒരു ആൻറ്റി ഇങ്ങനെ വിശ്വാസത്തിലോട്ട് വന്നു. വിശ്വാസത്തിൽ വന്നതിന് ശേഷം വെള്ളം എടുക്കാൻ ചെന്നു. രാവിലെ വെള്ളത്തിൽ നിൽക്കുന്നല്ലോ. അപ്പം സ്ഥിരം അടിയാണ്. അപ്പൊ ആൻറ്റി ഒന്ന് പറഞ്ഞാൽ ആൻറ്റി പിന്നെ തിരിച്ച് പറയാതെ വിടത്തില്ല. 9 പറഞ്ഞിട്ടേ ആൻറ്റി വിടത്തുള്ളൂ. അപ്പം വിശ്വാസത്തിലോട്ട് വന്നു. ഇനി പഴയതുപോലെ പറയാൻ പറ്റത്തില്ല. അപ്പം തൊട്ട് ഫ്രണ്ട് ചെന്ന ആൻറ്റി നല്ല കണക്കിന് കൊടുത്തു. കണ്ണ് പൊട്ടുന്ന ചീത്ത എന്നെ വിളിച്ചു. പക്ഷെ ആൻറ്റിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ആൻറ്റി ഇപ്പൊ വിശ്വാസിയല്ലേ, പുതിയ വിശ്വാസിയാണ്. അങ്ങനെ ആൻറ്റി ക്ഷമയോട് നിന്ന് മറ്റേ ആളോട്ട് നിർത്തുന്നതുമില്ല. ആള് നല്ല ഫോമിലെങ്ങ് വിളിച്ചോണ്ടിരിക്കുകയാണ്. അതും ഈ ജില്ലയിൽ ഇതുവരെ കേൾക്കാത്തതരെ. അങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയില് ഇവരുടെ പാസ്റ്റർ കയറി വന്നു. ആ വഴി പാസ് ചെയ്ത് പോയി. പുള്ളി ഒരു വിസിറ്റ് ചെയ്യാൻ ഇങ്ങോട്ട് വന്നതാണ്. പാസ്റ്ററിനെ കണ്ടത് ഈ വിശ്വാസി ആൻറ്റി. അപ്പം ഈ അവിശ്വാസിയായ അല്ലെങ്കിൽ തെരുവിളിച്ചോണ്ട് വന്ന ആൻറ്റി പാസ്റ്ററിനെ കാണുന്നില്ല. ഈ പുള്ളിക്കാരി പാസ്റ്ററിനെ കണ്ട് പാസ് ചെയ്ത് വരുന്നു. അപ്പൊ പാസ്റ്ററിനെ കണ്ടു പറയാൻ, പാസ്റ്ററെ പ്രൈസ് ദി ലോർഡ് എന്ന് പറയും. പാസ്റ്ററെ പ്രൈസ് ദി ലോർഡ് എന്ന് പറയും. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. അപ്പൊ ഈ മറ്റേ ആൻറ്റിക്ക് പ്രൈസ് ദി ലോർഡിന്റെ അർത്ഥം അറിയില്ല. അവര് വിചാരിച്ചു ഇതെന്തോ തെറിയാണ്. അപ്പൊ പാസ്റ്റർ ഈ ആൻറ്റി, ആഹാ നീ എന്നെ എന്ത് വിളിച്ചു? പ്രൈസ് ദി ലോർഡ് എന്ന് വിളിച്ചു. ആരാടി പ്രൈസ് ദി ലോർഡ്? നിന്റെ വീട്ടിൽ പോയി വിളിക്കണം പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രൈസ് ദി ലോർഡ് ചേർത്ത് കുറെ കൊടുത്തു. ഈ ആൻറ്റി പിന്നെയും അപ്പാവിയായിട്ട് നിന്നു. എന്ന് പറയാൻ മുന്നേ അവർക്ക് എന്തും പറയാനുള്ളത് ഉണ്ടായിരുന്നു, ധൈര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് പറയാൻ പറ്റും. പക്ഷെ ഇനി അവർക്ക് പറ്റത്തില്ല. ഇനി അവർ മാറി. അതാണ് ഒരുവൻ ക്രിസ്തുവിലേക്ക് വന്നാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അപ്പൊ കഷ്ടതയിൽ കൂടെ ദൈവം കടത്തിവിടും. അതിൽ കൂടെ സഹിഷ്ണുത വരും. ഈ സഹിഷ്ണുത നമുക്ക് എന്തും കൂടെ തരും. നല്ലൊരു സിദ്ധത, നല്ലൊരു സ്വഭാവം നമുക്ക് തരും. ആമേൻ. മുന്നേ ഇപ്പൊ ഈ ആന്റിയുടെ കഥ ഓർത്താൽ മതി. മുന്നേ ആയിരുന്നെങ്കിൽ ആ കോട രണ്ടായാലും ഇന്നിപ്പോ പറ്റൂല. കാരണം എന്താണ്? ആന്റിക്ക് ഒരു സിദ്ധത ലഭിച്ചു ക്രിസ്തുവിൽ നിന്ന്. ഇനി പഴയതുപോലെ പറ്റത്തില്ല. ഇപ്പൊ മനസ്സിലായില്ല അർത്ഥം. ഇനി ഇതിലും വലിയ ആത്മീയ മർമ്മമൊന്നും ഞാൻ പറയണ്ടല്ലോ. ഇപ്പൊ കഷ്ടത, സഹിഷ്ണുത, സിദ്ധത. ഇനി ഇത് നമ്മളെ നയിക്കുന്നത് പ്രത്യാശയിലേക്ക്. ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറയുന്ന ഒരു മിഷണറിയും തന്റെ 2 ആൺമക്കളെയും ഒറീസയിൽ, നിങ്ങളൊരു പക്ഷെ കേട്ടിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തെയും ആ 2 മക്കളെയും ഒരു ദിവസം രാത്രി അവര് ഒരു ശുശ്രൂഷയ്ക്ക് പോയി തിരിച്ചു വരുന്ന വഴി അവര് വിശ്രമിക്കാൻ വണ്ടി ഒതുക്കി നിർത്തിയപ്പോൾ ഒറീസയില് ഒരു ഗ്രാമത്തിൽ വെച്ചിട്ട് സുവിശേഷ വിരോധികൾ വന്നു ഈ ദേവദാസനെയും തന്റെ 2 മക്കളെയും കൂടെ ചുട്ടുവന്നു കളഞ്ഞു. അതിനകത്ത് വെച്ച് തീ കൊളുത്തി ആ വാതിലിൽ ലോക്ക് ചെയ്ത് അവരെ 3 പേരും എരിഞ്ഞു തോന്നി. ഒരു ഓസ്ട്രേലിയൻ മിഷണറിയാണ്. നടക്കുന്നത് 1999 ഗ്രഹാം സ്റ്റെയിൻ. പിന്നെ അദ്ദേഹത്തിന് അതിൻ്റെ ഭാര്യയുണ്ട്, ഒരു മോളുണ്ട്. അവരന്ന് ഇല്ലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടു. ബോഡി പോലും കാണാൻ പറ്റിയില്ല, ചാമ്പലായി. അപ്പം ഈ ദേവദാസന്റെ വൈഫിനെ കോടതിയിലേക്ക് വിളിച്ചപ്പം ആ ഗ്ലാഡിസ് സ്റ്റെയിൻസ് എന്ന് പറയുന്ന ആ ധീരായ വനിത അവർ പറഞ്ഞത്, ഈ കുറ്റവാളിയെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ജഡ്ജി ചോദിച്ചപ്പോൾ ജഡ്ജിയോട് ഈ ഗ്ലാഡിസ് സ്റ്റെയിൻസ് പറഞ്ഞു, ഞാൻ കുറ്റവാളികളോട് ക്ഷമിച്ചിരിക്കുന്നു. കാരണം ഞാൻ ഇവരെ നാളെ കാണും. ഞാൻ ഇവരെ, എൻ്റെ മരിച്ചുപോയ ഭർത്താവിനെ, എൻ്റെ മക്കളെയും ഞാൻ നിത്യതയും കാണും. അങ്ങനെ അവരൊരു പാട്ടും കൂടെ അവിടെ പാടി. ഏതാണ് ആ പാട്ട്? ബിക്കോസ് ഹി ലീവ്സ് ഐ കൻ ഫേസ് ടുമാറോ. താൻ വാഴുകയാൽ ആകുലമില്ല. ബിക്കോസ് ഹി ലീവ്, ഇംഗ്ലീഷിൽ ശരിക്കും പറയുന്നത് താൻ ജീവിക്കുന്നത് കൊണ്ട് പിന്നെയും കാണും. അതായത് നോക്കണം, ജീവിതത്തിൽ നല്ലൊരു സമയം അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവർ അവർക്ക് നഷ്ടപ്പെട്ടു. മക്കൾ മരിച്ചു, ഭർത്താവ് മരിച്ചു. പക്ഷെ അപ്പോഴും അവർക്ക് എന്തുണ്ട്? നാളെ ഇവരെ കാണും. ഒരു പ്രത്യാശ അവർക്ക് ഉണ്ട്. ഇതാണ് കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ. ഈ അവസ്ഥയിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തുണ്ട്? ഒരു പ്രത്യാശയുടെ ദൈവം തരും. എന്തിനെ പറ്റി? നിത്യതയെ പറ്റിയുള്ള പ്രത്യാശ. ഈ പ്രത്യാശയ്ക്ക് എന്തില്ല? ഭംഗമില്ല. അതാണ് വചനത്തിൽ പറയുന്നത്, പ്രത്യാശ ഉളവാക്കുന്ന നാം കഷ്ടങ്ങൾ പ്രശംസിക്കുന്നു, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അതായത് നമുക്ക് കിട്ടിയ ഈ പ്രത്യാശയ്ക്ക് ഭംഗമില്ല. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ
അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, പണത്തിന്റെയും മറ്റു കാര്യങ്ങളുടെ പേരിൽ ആളുകൾ നെട്ടോട്ടം ഓടുകയാണ്. ആർക്കും ഒന്നിനും സമയമില്ല, ആർക്കും ആരോട് സംസാരിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ ആർക്കും ഒന്നിനെ കുറിച്ചൊരു വിചാരമില്ല. എങ്ങനെയും പണം ഉണ്ടാക്കണം, എങ്ങനെയും അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നുള്ളതാണ് ലോകത്തിന്റെ ഒരു കൺസെപ്റ്റ്. പക്ഷേ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്, ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് ഇതല്ല. എനിക്കൊരു പ്രത്യാശയുണ്ട്. ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും പലതിനെയും ചൊല്ലി വേദനിക്കുന്നവരായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ സ്വന്തമായ ഒരു വീടില്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ മക്കൾക്ക് നല്ലൊരു ജോലിയില്ലായിരിക്കാം, അല്ലെങ്കിൽ പല രീതിയിലും പല കടഭാരങ്ങളാലും വലയുന്നവരായിരിക്കാം നിങ്ങൾ. ഒരുപക്ഷെ ഈ ലോകത്ത് നമുക്ക് കഷ്ടതയും പ്രയാസവും ദുഃഖവും കണ്ണുനീരും ഒക്കെ ആയിരിക്കാം. പക്ഷെ ഇതൊക്കെ അവസാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ഒരു ദിവസം വരുന്നു, അന്ന് കണ്ണുനീരില്ല, അന്ന് കഷ്ടതയില്ല, അന്ന് പ്രയാസമില്ല, അന്ന് ദുഃഖമില്ല. അന്ന് നാം നമ്മുടെ കർത്താവിനെ നേരിൽ കണ്ട് നാം ആനന്ദിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അതുകൊണ്ട് കഷ്ടത ഉണ്ടെങ്കിൽ എന്തുണ്ട്? ഒരു പ്രത്യാശയും കൂടെ ഉണ്ട്. ഇക്കരെ കഷ്ടതയാണെങ്കിൽ അക്കരെ എന്താണ്? പ്രത്യാശയാണ്. മനസ്സിലായോ? ഈ ഭൂമിയിൽ നമുക്ക് കഷ്ടതയാണെങ്കിൽ അക്കരെ നമുക്ക് പ്രത്യാശയാണ്. അവിടെ നമുക്ക് കഷ്ടതയില്ല, വേദനയില്ല, കണ്ണുനീരില്ല. നാം ഒരു നാള് കർത്താവിനെ നേരിൽ കണ്ട് ആനന്ദിക്കാൻ പോകുന്ന ദിവസം വരുന്നു. അതാണ് അൾട്ടിമേറ്റ് ഹാപ്പിനെസ്. ഈ ലോകത്ത് ഇന്ന് ഒരുപാട് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒക്കെ വാട്സപ്പിലൂടെയൊക്കെ ചെറുപ്പക്കാർ BGM ഒക്കെ ഇട്ട് ഇടുന്നുണ്ട്. പല ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ ടോക്കുകളൊക്കെ ഇടുന്നുണ്ട്. എത്ര മോട്ടിവേഷനും ഒന്നും ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് അതൊന്നും ഏൽക്കത്തില്ല. കാരണം ഈ ലോകത്തിൽ കിട്ടാവുന്നതിനേക്കാളും അപ്പുറം ഒരു മോട്ടിവേഷൻ ദൈവവചനം നമുക്ക് നൽകുന്നുണ്ട്. അത് നമ്മുടെ നിത്യത മാത്രമാണ്. ആമേൻ. ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ദൈവം നമുക്കൊരു പ്രത്യാശ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് പലർക്കും ഇത് അനുഭവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇസ്രായേൽ മക്കൾ 40 കൊല്ലം ആ മരുഭൂമിയിലിട്ട് ദൈവം മരുഭൂമിയിലൂടെ അവരെ നടത്തി. അവരെ നേരെ എടുത്ത് കനാനിൽ ഇട്ടില്ല. ഇന്ന് നമുക്കൊക്കെ ഒരു ദൈവവാസം പറഞ്ഞ പോലെ നമുക്ക് കനാൻ മതി, എന്ത് വേണ്ട? മരുഭൂമി വേണ്ട. അങ്ങനെ ഒരു കൺസെപ്റ്റ് ബൈബിളിൽ ഇല്ല. നിനക്ക് ദൈവം ഒരു കനാൻ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടെ പോയേ തീരൂ. അതിൽ നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും തരുന്നതിൽ കൂടെ നാം കടന്നു പോയേ പറ്റൂ. പക്ഷെ അത് നമ്മൾ ഒരിക്കലും അവസാനിപ്പിക്കുന്നില്ല. നമ്മുടെ ജീവൻ പോയാലും നാം എവിടെയാണ് ചെന്നെത്തുന്നത്? കർത്താവിന്റെ കരങ്ങളിലാണ്. അപ്പൊ ഇതുപോലൊരു ഹാപ്പിനെസ് ഇല്ല. എന്റെ കർത്താവിനെ നേരിട്ട് എന്നെ സംബന്ധിച്ചെന്നല്ല, വചനം അറിയുന്ന ഏവരെയും സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് അവന്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ്, അവന്റെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത് അവൻ കർത്താവിനെ നേരിട്ട് കാണും. നിത്യതയിൽ ഞാൻ എന്റെ കർത്താവിനെ നേരിട്ട് കാണും എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഈ ലോകത്തിൽ കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അല്ല വലുത്. ഇവിടെ നമുക്ക് പലതും കിട്ടിയിരുന്ന് തന്നെ വരാം. പക്ഷേ തളർന്നു പോകരുത്. ദൈവം നമുക്കൊരു പ്രത്യാശ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കരെ കഷ്ടതയാണെങ്കിൽ അക്കരെ നമുക്കൊരു പ്രത്യാശ ഉണ്ട്. അതുകൊണ്ട് നാം ഇന്നു മുതൽ എന്തിനെ ചൊല്ലി പ്രശംസിക്കണം? ദൈവത്തിന്റെ തേജസ്സിന്റെ മഹത്വത്തെ ഓർത്ത് പ്രശംസിക്കണം. അതുകൊണ്ട് ഇനി കഷ്ടത വരുമ്പോ, ഇനി കടഭാരം വരുമ്പോ, ഇനി ലോണുകാർ വന്ന് വീട്ടിൽ ഫ്രണ്ടിൽ നിൽക്കുമ്പോ, ഇനി രോഗങ്ങൾ വന്ന് നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോ, സുവിശേഷത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വിശ്വാസിയായതിന്റെ പേരിൽ നിങ്ങളെ ആരെങ്കിലും പരിഹസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഉറപ്പോടെ പറയണം. അല്ലെങ്കിൽ വചനം മുറുകെ പിടിച്ച് പറയണം, കഷ്ടതയിൽ ഞാൻ പ്രശംസിക്കും, എനിക്ക് വരുന്ന വേദനയിൽ ഞാൻ പ്രശംസിക്കും. അങ്ങനെയാണ് ആദിമസഭയിലെ അപ്പോസ്തലന്മാരെല്ലാം ചെയ്തത്. പിടിച്ച് കാരാഗ്രഹത്തിന് കിട്ടു, അടി കൊടുത്തു, ആമത്തിലിട്ട് കൂട്ടി. അവരാരും വേദനിച്ച് അല്ലെങ്കിൽ അവരെല്ലാം മുഖം വാടി പോയെന്ന് എഴുതിയിട്ടില്ല. അവരെല്ലാം സന്തോഷത്തോടെ പോയെന്ന് എഴുതിയിട്ടുള്ളൂ. കാരണം അങ്ങനെ പഠിപ്പിക്കുന്ന ഏക ഒരു ആശയമുള്ളൂ, അത് ഈ മാത്രമാണ്. ഈ വചനം മാത്രമേ കഷ്ടതയിൽ നമുക്കൊരു സന്തോഷം ലഭിക്കത്തുള്ളൂ. നമ്മുടെ ചീഫ് പാസ്റ്റർ ആയിരിക്കുന്ന സാം വർഗീസ്, അദ്ദേഹത്തിന്റെ പിതാവ് EV വർഗീസ്, അദ്ദേഹമാണ് നമ്മൾ പാടുന്ന ഒത്തിരി പാട്ടുകൾ അദ്ദേഹമാണ് എഴുതിയത്. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവും, പിന്നെ യാഹേ നീയന്റെ, അങ്ങനെ ഒത്തിരി പാട്ടുകൾ എഴുതിയ ദൈവമനുഷ്യൻ. സാം പാസ്റ്ററിന്റെ സാക്ഷ്യം യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അദ്ദേഹത്തിന് അവർ താമസിച്ചിരുന്ന വീട് പെട്ടെന്ന് ജപ്തി ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. ജപ്തി ചെയ്യേണ്ടി വന്നപ്പം ഈ പാസ്റ്ററിന്റെ അമ്മയ്ക്ക് ഏക മകനാണുള്ളത്. അപ്പം ഇവര് ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. അവസാനം ഒരു ഗതിയും ഇല്ലാതെ ഒരു പശു തൊഴുത്ത് എരുത്തില് ഇവർക്ക് ആശ്രയിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പം
ഞങ്ങളുടെ പാസ്റ്റർ പറയുകയാണ്, സാംപാസ്റ്റർ പറയുന്ന ഒരു കാര്യമുണ്ട് സാക്ഷ്യത്തില്. ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിട്ടും താനിങ്ങനെ മറ്റു കാര്യങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ട അവസ്ഥ വന്നു. അപ്പം ഇനി അടുത്ത വീട് കണ്ടുപിടിക്കണം. അങ്ങനെ എല്ലാ ടെൻഷനിലും കൂടെ നടന്ന് അന്നത്തെ ആ ദിവസം ഒരു പുറത്താക്കിയ ദിവസം അദ്ദേഹം വേറെ എന്തൊക്കെയോ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന് അങ്ങനെ രാത്രി ഈ അപ്പന്റെ അമ്മയെടുത്ത് പോയപ്പം ദേവാസം കണ്ടൊരു കാഴ്ച, ഈ ഒരു അവസ്ഥയിൽ വീടില്ല, അവരെ പുറത്താക്കി, ഒന്നുമില്ല, സമ്പാദ്യമായിട്ടൊന്നും ഒന്നുമില്ല, വളരെ കഷ്ടതയിലാണ് അവർ ജീവിച്ചത്. അതേ പാസ്റ്റർ ഈ വിവരക്കേസും തന്നെ കൊടുത്തു. അങ്ങനെ സാംപാസ്റ്റർ രാത്രി അപ്പന്റെ അമ്മയുടെ അടുത്ത് ചെന്നപ്പം ഈ അപ്പൻ ചെയ്യുന്നത് പാട്ടുപാടി താളം കൊട്ടി ഇങ്ങനെ ഇരിക്കുക. അവസ്ഥ നോക്കിക്കൊള്ളണം, അവരെ താമസിച്ചിരുന്ന് പുറത്താക്കി, ഇപ്പൊ തൊഴുത്തിലാണ് താമസിക്കുന്നത്. പക്ഷെ അപ്പോഴും ആ മനുഷ്യൻ എന്ത് ചെയ്തു? എന്നെ വളരെ ചിന്തിപ്പിച്ചത് ഈ കാര്യമാണ് അദ്ദേഹത്തിന്റെ സാക്ഷ്യത്തിൽ. ആ പ്രയാസത്തിന്റെ നടുവിൽ അദ്ദേഹം പാട്ടുപാടി, ആ ഒരു പ്രയാസത്തിന്റെ നടുവിൽ ഇരുന്ന് അദ്ദേഹം സന്തോഷത്തോടെ പാട്ടുപാടിയിരുന്നു. ഇതാണ് ഒരു ദൈവ വൈതലിനെ സംബന്ധിച്ച് വേണ്ട ഒരു സ്വഭാവം. ഏതൊരു അവസ്ഥയിലും, ഏതൊരു പ്രയാസത്തിലും, ഏത് ദുഃഖ സാഹചര്യങ്ങളിലും കർത്താവിനെ പാടി പുകഴ്ത്തുന്നവരായിരിക്കണം. കർത്താവിൽ ആ കഷ്ടതയിൽ പ്രശംസിക്കുന്നവരായിരിക്കണം നാം ഏവരും. അതാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. ഇതുകൊണ്ടല്ലേ ഒരു ഉപദേശി, സാധു കൊച്ചുഞ്ഞ ഉപദേശി ഇങ്ങനെ പാടിയത്, കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു. കാരണം കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. നോക്കണം, കഷ്ടമേറ്റ കർത്താവിനോട് കൂട്ടാളിയായി തീരുമെന്ന്. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ പ്രയാസം വരുമ്പോഴും കഷ്ടത വരുമ്പോഴും ഒരു കാര്യം നാം ചിന്തിക്കണം, ഇതിനും അപ്പുറം കഷ്ടത കാൽവരി മലയിൽ ആ ക്രൂശിൽ എനിക്കും നിങ്ങൾക്ക് വേണ്ടി എന്റെ ദാതൻ അവസാന തുള്ളി രക്തം വരെയും ചൊരിഞ്ഞെങ്കിൽ അപ്പുറം ഒരു കഷ്ടത നിങ്ങൾക്ക് ഈ ഭൂമിയിൽ കിട്ടുവാനില്ല. അതിനപ്പുറം എന്റെ കർത്താവ് സഹിച്ചു. ആമേൻ. ഒരു മനുഷ്യൻ, ഏതൊരു മനുഷ്യനായിക്കൊള്ളട്ടെ, അവൻ നിസ്സഹായനാണ്. ദൈവമല്ലാതെ മറ്റൊരു ആശ്രയം അവനില്ല. ഞാൻ പറഞ്ഞു തരാം, ഏതൊരു വ്യക്തി നിങ്ങൾ എടുത്ത് നോക്കൂ, പാവം എന്നതിനെ മറികടക്കാൻ ഒരു ഡോക്ടറിനോ ഒരു തത്വചിന്തയ്ക്കോ ഒരു ബുദ്ധിജീവിക്കോ കഴിയത്തില്ല. ക്രൂശിൽ കർത്താവിനോട് കിടന്ന ആ കള്ളനെ നോക്കിയാൽ മതി. ഇന്ന് നീ എന്റെ കൂടെ പരദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞ കള്ളന്റെ അവസ്ഥ നോക്കിയേ. ക്രൂശിൽ അവനെ ആണി അടിച്ചു വെച്ചേക്കുവാണ്. ഇനി അവനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇനി അവൻ എന്തെങ്കിലും നന്മ ചെയ്ത് ജീവിക്കാന്ന് വെച്ചാൽ പറ്റത്തില്ല. ഇനി ഞാൻ നല്ലവനായിക്കൊള്ളാം, ഇനി ഞാൻ നല്ല മതപരമായ കാര്യങ്ങൾ ചെയ്ത്, നല്ല ധാർമ്മിക കാര്യങ്ങൾ ചെയ്ത്, നല്ല പുണ്യപ്രവൃത്തികൾ ചെയ്ത് ജീവിക്കാമെന്ന് ക്രൂശിൽ കിടക്കുന്ന ആ കള്ളൻ വിചാരിച്ചാൽ ഇനി നടക്കത്തില്ല. ഒരു നിസ്സഹായ അവസ്ഥയുണ്ടോ മനുഷ്യന്റെ? പാപം അവന്റെ കയ്യിൽ കിടക്കുന്ന ആണിയില്ലേ, അവനെ തറച്ചടിപ്പിച്ച് വെച്ചിരിക്കുന്ന ആണി, അത് പാപമാണ്. അത് പാപത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു മനുഷ്യനും തന്റെ സ്വന്തം ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ പാപത്തിന് മുന്നിൽ അല്ലെങ്കിൽ ആ നിത്യനാശത്തിന് മുന്നിൽ എനിക്ക് നിങ്ങൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളെ ക്രൂശിൽ അടിച്ചു വെച്ചേക്കുവാണ് പാപം. ആ പാപത്തിൽ നിന്ന് നമ്മളെ വലിച്ചിറക്കുവാൻ, ആ പാപത്തിൽ നിന്ന് നമ്മളെ ഉയർത്തുവാൻ അല്ലെങ്കിൽ നമ്മളെ പരദീസയിൽ എത്തിക്കുവാൻ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. ഒരു മനുഷ്യന്റെ ബുദ്ധിക്കോ ഒരു മനുഷ്യന്റെ ശക്തിക്കോ അതിന് കഴിയില്ല. അതുകൊണ്ട് ഈ മെസ്സേജ് എവിടെ നിന്നായിരുന്നാലും, അതൊരു റെക്കോർഡിങ്ങിലായിരുന്നാലും നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ നിസ്സഹായമാണ്. ഇതുവരെയും കർത്താവിനെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ വളരെ നിസ്സഹായ അവസ്ഥയാണ്. ആ കർത്താവിന് മാത്രമേ ആ പാപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ. നോക്കണം, ആ ക്രൂശിൽ കിടക്കുന്ന മനുഷ്യൻ, കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്റെ കൂടെ പരദീസയിൽ ഇരിക്കും. ഒന്നും അവനെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയത്തില്ല. കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇതാണ് ഏതൊരു മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് നാം എന്തിനെ ചൊല്ലി ഇനി പ്രശംസിക്കണം? ഞാൻ ഇനി എന്റെ ജാതിയെ കുറിച്ച് പൊക്കി പറയണോ? ഞാൻ ഇനി എന്റെ കുടുംബത്തെ കുറിച്ച് പൊക്കി പറയണോ? ഞാൻ എന്റെ സമ്പത്തെ കുറിച്ച് പൊക്കി പറയണോ? ഇതൊക്കെ പുഴുവരിച്ചു പോകേണ്ടതല്ലേ? എത്ര തന്നെ ഉണ്ടാക്കിയാലും, എത്ര തന്നെ നമ്മൾ സമ്പാദിച്ചു കൂട്ടിയാലും ഇതൊക്കെ നശിച്ചു പോയത്തില്ല. ഇതും കൊണ്ടൊന്നും നമ്മൾ പോകത്തില്ലല്ലോ, അല്ലേ? ഇതെല്ലാം നമ്മളിവിടെ ഇട്ടിട്ട് പോകേണ്ടി വരും. ഇതെല്ലാം നശിച്ചു പോകും. ഇതെല്ലാം തീക്കായി മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ നാം എന്തിനാ ഓർത്ത് പ്രശംസിക്കണം? പിന്നെ നാം ചെറിയ ചെറിയ കാര്യങ്ങൾ കുടുംബാംഗങ്ങളോട് എന്തിനു വഴക്ക് കൂടണം? എന്തിനു നമ്മൾ വലിയ വർഷങ്ങളായ ആളുകളോട് പിണങ്ങിയിരിക്കണം? പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രശംസിക്കുവാൻ ഈ ലോകത്തൊന്നുമില്ല, അത് നിത്യത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏതൊരു സാഹചര്യത്തിലും കർത്താവിനെ ആശ്രയിക്കുക.
ഏത് ബുദ്ധിമുട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും കർത്താവിൽ ആശ്രയിക്കുക. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. കർത്താവിന്റെ ഹിതം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും. അതൊന്നും ഒരു സംശയമില്ല. ഏതൊരവസ്ഥയിലും നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ദൈവം കൂടെയുണ്ട്. പക്ഷെ ഏതൊരു കണ്ണുനീരിന്റെ അവസ്ഥയിലും പറയണം, ഞാൻ എൻ്റെ ദൈവത്തിൽ പ്രശംസിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.